നീതിന്യായ പീഠത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിക്കുക, നമ്മൾക്കതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടോ? ചോദ്യത്തിനും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനും രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരവുണ്ട്. ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണ തന്നെ തെറ്റാണ്. നീതിന്യായ പീഠമല്ല, ഈശ്വരനെ ആണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് രണ്ടാമത് പറഞ്ഞ കാര്യം, വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചത്. നഷ്ടപ്പെട്ടു എന്ന് പറയാൻ യാതൊരു സംശയവും വേണ്ട. നേരെ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇപ്പം ഡൽഹിയിലെ ഹൈക്കോടതി സംഭവിച്ച കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ഹൈക്കോടതി രണ്ടാമത്തെ റാങ്കിൽ, രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് തൊട്ട് താഴെയുള്ള ആൾ, കൊളീജിയത്തിലുള്ള ആൾ, അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നയാൾ, കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ടും അച്ഛനും അപ്പൂപ്പനും എല്ലാം ജഡ്ജിമാരായിരുന്നു. അച്ഛൻ ജഡ്ജിയായിരുന്നു, അപ്പൂപ്പനും ആ ഒരു മേഖലയായിരുന്നു. അത്രയും വലിപ്പമുള്ള, അത്രയും നമ്മൾ വലിയ തരത്തിൽ കാണുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ഹോളി നടക്കുന്ന സന്ദർഭത്തിൽ ഇവർ പുറത്തുപോയി. അതാണല്ലോ സാറിന് അറിയാമല്ലോ കേസ്. ഇവർ സ്ഥലത്തില്ലാത്തപ്പോൾ തീ പിടിച്ചു. തീ പിടിച്ചപ്പം നോട്ടുകളുടെ കെട്ടുകൾ, അതായത് കോടിക്കണക്കിന് രൂപയുടെ 10 കോടിയിൽ നിന്നും 15 കോടിയിൽ നിന്നും 5 കോടിയിൽ നിന്നും ഒക്കെ വ്യത്യാസമാണ്. കത്തിപ്പോയതിൻ്റെ കണക്ക് കൃത്യം പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും കെട്ട് നോട്ടുകൾ കത്തിപ്പോയി എന്നുള്ളതാണ് ഈ അഗ്നിരക്ഷാസേന ഫയർ സർവീസ് അവിടെ ചെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കണ്ടതാണ് ഇത്രയും പണം പോയിരിക്കുന്നു. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു, പോലീസ് റിപ്പോർട്ട് ചെയ്തു, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു, അങ്ങനെ വിഷയമായി. പക്ഷേ ഇത് സംഭവിച്ചത് 14-ാം തീയതിയാണ്, മാർച്ച്. 5 ദിവസത്തേക്ക് ഒന്നും എനിക്ക് പുറത്തേക്ക് വിവരേ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് സുപ്രീം കോടതി അവിടെ യഥാർത്ഥത്തിൽ 2 കാര്യവും സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയേറെ പണം, കോടിക്കണക്കിന് പണം കിട്ടിയത്. ജഡ്ജിമാരുടെ ശമ്പളം പോലും അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതെ. അപ്പം വീട്ടിൽ ഇത്രയും വലിയ ക്യാഷ് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പറയുന്നത് തന്നെ ആരുടെ വീട്ടിൽ നിന്നാണേലും അത് തന്നെ ഏറ്റവും വലിയ അപകടകരമായ, നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. അത് ഹൈക്കോടതി ജഡ്ജിയുടെ തലത്തിൽ നിന്ന്. ഇനി വേറൊന്ന്, ഈ 5 ദിവസം ഈ കഥ പുറത്തറിയിക്കാതെ ഈ കഥയെ കവറപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞാൽ ഈ തങ്ങളുടെ ബ്രദർ ജഡ്ജിനെ സഹായിക്കാൻ വേണ്ടിയാണോ സുപ്രീം കോടതി കൊളീജിയവും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ തന്ത്രപരമായി ഇടപെട്ടത് എന്നതാണ് ഇന്ന് ഭാരതത്തിൽ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം ഞാനോ അങ്ങോ മാത്രം ചോദിക്കുന്നതല്ല. ലോകം അറിയുന്ന അഭിഭാഷകൻ, ഈ മേഖലയിലെ ആളായ ഹരീഷ് സാൽവെ, അതുൾപ്പെടെ കേരളത്തിലെ ബാർ അസോസിയേഷൻ, UP അലഹബാദ് ബാർ അസോസിയേഷൻ, അങ്ങനെ നിരവധി ബാർ അസോസിയേഷനും എല്ലാം അടങ്ങുന്ന മുൻ ജഡ്ജിമാരും എല്ലാം ചോദിച്ചുകൊണ്ട് ചോദ്യമാണ് സംഭവിച്ചത്. 2 തെറ്റാണ്. ഒന്ന്, ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും പിടിച്ചത്. 2, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്താ ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ തുടക്കത്തിൽ പറയാം. ഈ ജഡ്ജിയെ ന്യായമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വില്ലേജ് ഓഫീസിലെ പിയൂണിൻ്റെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് 500-1000 കിട്ടി ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം ചെയ്യുന്നത്? അവനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിറത്തും, പിന്നീട് ചോദ്യം ചെയ്യലാവും. സസ്പെൻഷൻ ആദ്യത്തെ ഉറപ്പാ. പിടിച്ചകത്തിലും ചോദ്യം ചെയ്യാൻ പല വിഷയം കുറേ വരും. ഇതെന്താ ചെയ്തത്? ഈ ഹൈക്കോടതി രണ്ടാമത്തെ റാങ്കിൽ 2-ാമുള്ള ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടേത് ഡസ്റ്റ്ബിൻ അല്ല, വേണ്ടാത്ത ആളുടെ കൂടെ തള്ളോടെ സ്ഥലമല്ല, ഇവിടെ ആളെ വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം സുപ്രീം കോടതിയിൽ നിന്നുള്ള ന്യായീകരണം, ഇതൊക്കെ കണ്ടംപ്റ്റ് കോർട്ടൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ആക്കിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ പറയുക, അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അവിടുന്ന് ന്യായീകരണം വന്നിരിക്കുന്നു, ഈ സ്ഥലം മാറ്റവും ആ സംഭവവുമായിട്ട് ബന്ധമില്ല, 2 പാരലൽ സംഭവമാണ്. എന്തുവാട്ടെ, 14-ാം തീയതിയോ 15-ാം തീയതിയോ ആണ് സംഭവം നടക്കുന്നത്. 20-ാം തീയതിയാണ് ട്രാൻസ്ഫർ ഓർഡർ. ഇതിനു മുമ്പ് കോടതി ഈ കൊളീജിയം ഇവരെ അറിയുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താ കാര്യം ചിന്തിക്കണ്ടേ?
നമ്മളിവിടെ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അങ്ങനത്തെ ചോദിക്കാൻ വരികയാണെന്ന് തോന്നി. അല്ലല്ല, ഈ ഇതിനകത്ത് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അത് വളരെ കൗതുകകരമായൊരു ചോദ്യമാണ്. ഇപ്പം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാ പലരും. ഇവിടുത്തെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും കോടതിയാണെങ്കിലും ഒക്കെ ഈ തലതിരിഞ്ഞ് പോക്ക് തുടങ്ങിയിട്ട് അധികം കാലമായില്ലെന്ന് പറയാൻ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇതിപ്പം സാമ്പത്തിക അഴിമതിയുടെ കാര്യമാണ്. ഈ പണം അഴിമതി പണമാണോ എന്നൊരു സംശയമില്ല. അതിലേക്ക് രണ്ടാമത് വരാം. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളായ നമ്മുടെ പാർലമെൻറ്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് നിറ്റ് സംവിധാനം. അതിനകത്ത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു MP ആകണം, MLA ആവണം, ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെന്ന് സാറിൻ്റെ മകൾക്കോ മകനോ എൻ്റെ മകൾക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ഒന്നുകിൽ MLA ആയിട്ട് മത്സരിക്കാം, MP ആയിട്ട് മത്സരിക്കാം, അല്ലെങ്കിൽ സിവിൽ സർവീസ് എഴുതി IAS കയറി പാസ്സായി പോകാം. പക്ഷേ ഒരു കോടതി, സുപ്രീം കോടതിയിലെ ഹൈക്കോടതി ജഡ്ജി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം സുപ്രീം കോടതി കൊളീജിയം തീരുമാനിക്കും ആരാ ജഡ്ജിയാവുണ്ടെന്ന്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ സംവിധാനം കൊളീജിയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ ഒരു ഉദാഹരണം പറയാം. മഹാത്മാഗാന്ധിയെ 1948 ജനുവരി 30 വെടിവെച്ചു. അദ്ദേഹത്തെ വധിച്ചു. ദാരുണമായ സംഭവം. ആ കേസ് നഥുറാം ഗോഡ്സെയുടെ കേസൊക്കെ എല്ലാവർക്കും അറിയാം. ആ കേസ് ട്രയൽ ആരംഭിക്കേണ്ടത് ജൂൺ ജൂലൈയിലാണ്. അത് വളരെ സ്പീഡിൽ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സ്പീഡിൽ ട്രയൽ നടക്കുകയും വിധി പ്രഖ്യാപിക്കുകയും അപ്പീൽ വിധിക്കുകയും ഒക്കെ ചെയ്തൊരു കേസാണ്. എക്സിക്യൂഷനും ആളെ കുറ്റവാളികളെ തൂക്കിക്കൊന്നതും പെട്ടെന്ന് നടന്നൊരു കേസാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അതൊന്നുമല്ല ചർച്ച ചെയ്യാൻ വരുന്നത്. ഒരു കാര്യമുണ്ടായി. ആ കൃത്യം ചെയ്ത നഥുറാം വിനായക് ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു. ഹിന്ദുസഭയ്ക്ക് ആ കേസുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. എങ്കിലും പ്രൈമാ ഫസി, പ്രഥമ ദൃഷ്ടിയ ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു. ആ ഹിന്ദുസഭയുടെ പ്രസിഡന്റായിരുന്നു നിർമ്മൽ ചാറ്റർജി. ഈ കേസിൻ്റെ ട്രയൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തെ അലഹബാദിലെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ, ഗാന്ധി വധക്കേസിൽ സാക്ഷിയായോ പ്രതിയായോ എത്തിച്ചേരാൻ സാധ്യതയുള്ളൊരു മനുഷ്യനെ അതിൽ നിന്നൊക്കെ സേവ് ചെയ്ത് കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫറല്ല, നിയമനം കൊടുത്ത് ജഡ്ജിയാക്കി. അതേ നിർമ്മൽ ചാറ്റർജിയെ 1949 നവംബർ 15 ഗോഡ്സെ തൂക്കിക്കൊല്ലുന്നത്. അതിൻ്റെയൊക്കെ ചരിത്രം കിടക്കട്ടെ. തൂക്കിക്കൊന്നതിൻ്റെ അടുത്ത ആഴ്ച ഇദ്ദേഹം ആ ജോലി വിട്ടു, ജഡ്ജിപ്പണി വിട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കൊല്ലത്തേക്ക് വേണ്ടി മാത്രം ഈ കേസിൻ്റെ പെർവ്യൂവിൽ നിന്ന്, വിചാരണയിൽ നിന്ന്, ചോദ്യോത്തരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സുരക്ഷിതനാക്കി മാറ്റി നിർത്താൻ വേണ്ടി അങ്ങനെ ഒരു നിയമനം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും, നെഹ്റുവിൻ്റെ തന്നെ. അങ്ങനെ സംഭവിച്ചിടത്തുനിന്നാണ് നമ്മൾ ജഡ്ജിമാരുടെ നിയമത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചറിയാൻ വേണ്ടി. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ നമ്മളെല്ലാം ബഹുമാനിക്കും ജഡ്ജിയാണ്, വ്യക്തിത്വം എങ്ങനെയാണ്. അദ്ദേഹത്തെ സുപ്രീം കോടതി ജഡ്ജിയാക്കിയെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ശൈലിയിൽ ഇന്ത്യയിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി വേണമെന്നും പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി വെച്ചതാണ്. അന്നൊക്കെ അങ്ങനെ ആയിരുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ആരെ വേണം ജഡ്ജിയാക്കാം, ആരെ വേണം ചീഫ് ജസ്റ്റിസ് ആക്കാം, ആരെ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. സീനിയോറിറ്റി ഒന്നും പ്രശ്നമല്ലായിരുന്നു. ആ BR കൃഷ്ണയ്യരെ അന്ന് ജഡ്ജിയാക്കി. കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്ന കൃഷ്ണയ്യരെ സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന കൃഷ്ണയ്യരെ ഇന്ത്യയിൽ ജഡ്ജിയായി വെച്ചു. ഇതേ കൃഷ്ണയ്യരാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പം ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയപ്പം ഇന്ദിരയ്ക്ക് സൗകര്യകരമായൊരു വിധി നൽകി
ആ വിധി സ്റ്റേ ചെയ്തത് ഈ കൃഷ്ണയ്യര. മാത്രമല്ല കൃഷ്ണയ്യരുടെ സഹോദരൻ രാമയ്യർ എന്നാണ് തോന്നുന്നു പേര്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്. അദ്ദേഹം ഒരു സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പിന്നീട് ഈ ജനതാ ഗവൺമെൻറ് വന്ന ശേഷം അറസ്റ്റ് ചെയ്യുമ്പം അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിലും അതിനെ ഒന്ന് ഡ്രാമറ്റൈസ് ചെയ്ത് അതിൻ്റെ മാക്സിമം മീഡിയ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള നാടകം അഭിനയിക്കുന്നതിനുള്ള അവസരം കൊടുത്തതും കൃഷ്ണയ്യരുടെ സഹോദരനാണ്. അടുത്തത് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, അറിയാവുന്ന കാര്യം നിങ്ങൾക്ക്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യക്കെതിരെ വിധിക്കുന്ന എത്ര ജഡ്ജി, HR ഖന്നെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അങ്കിളാണ്, സഞ്ജീവ് ഖന്ന അങ്കിളാണ് HR ഖന്നെ. അതുപോലുള്ള ആളുകളെ മറികടന്ന് മറ്റാളുകളെ നിയമിച്ചിരുന്നു. ഇനിയും ഒരു കൃത്യമായ പേര് ഞാൻ പറയാം, സമയം വളരെ നമുക്ക് കുറവാണ് എങ്കിലും ഇതിലൂടെ പറയട്ടെ ഞാൻ. ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ചന്ദ്രചൂഡ് സത്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വിധിച്ചതിന് കിട്ടിയ പ്രയോജനം അനുഭവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ എങ്കിൽ പോലും മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്ദിരാഗാന്ധി അല്ല എന്ന കൃത്യമായ മെസ്സേജ് തന്നുകൊണ്ട് ജീവനും സ്വത്തിനും പോലും അവകാശമില്ല എന്ന് വിധിച്ച ചന്ദ്രചൂഡിനെ മൊറാർജി ചീഫ് ജസ്റ്റിസ് ആക്കി. ഉടനെ തന്നെ ആ ഗവൺമെൻറ് അനുകൂലമായിട്ട് ഖിസ കുർസിക്ക കേസിൽ സഞ്ജയ്ക്കെതിരായിട്ട് വിധി എഴുതി കൊടുത്തു. അതിനുശേഷം പിന്നെ ഇന്ദിരാഗാന്ധി വന്നപ്പം ആള് മാറി. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, സുപ്രീം വിസ്പേഴ്സ്. അത് വായിച്ചാൽ തന്നെ കുറേ ചരിത്രം കിട്ടും. അതൊക്കെ കുറേ ചരിത്രമുള്ള. എന്തായാലും ഇതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമായിരിക്കും അല്ലേ ഈ 15? ദുഷ്കരത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഒരപകടം ഉണ്ടാകുന്ന പോലും പുതിയ സാധ്യതകൾ തുറക്കുക ചെയ്യുന്നത്. ഇത് ഒരു വലിയ സൂചനയായി മുന്നറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് കൃത്യമായ ഇടപെടലുണ്ടായിട്ട് ഇത്തരത്തിലുള്ള ഇപ്പം നിൽക്കുന്ന കൊളീജിയം സിസ്റ്റമൊക്കെ ഇല്ലാതാക്കി സിവിൽ സർവീസിലൊക്കെ. ഒരു കാര്യം ഞാൻ ഒരു മിനിറ്റ് എടുക്കാം അഡീഷണലായിട്ട്. നമ്മളറിയണം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടത്തിൽ അവരുടെ ഓൾ ഇന്ത്യ സീനിയോറിറ്റിയിൽ 40 പേരെ ഓവർടേക്ക് ചെയ്തതാണ്. 40ഓളം പേരെ ഓവർടേക്ക് ചെയ്യാണ് ജസ്റ്റിസ് KM ജോസഫിനെ അന്ന് സുപ്രീം കോടതി കൊണ്ടുവന്നത്. അദ്ദേഹം പഴയ KK മാത്യുവിൻ്റെ ജസ്റ്റിസ് KK മാത്യുവിൻ്റെ മകനാണ്. അതുപോലെ ചന്ദ്രചൂഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അച്ഛൻ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസായി, മകനായി, ഇനിയും ചെറിയ മകൻ അഭിനവ് ചന്ദ്രചൂഡ് റെഡിയായി നിൽക്കുക. ഈ സംവിധാനം, ഈ കൊളീജിയം സിസ്റ്റം അവസാനിപ്പിക്കാതെ ഇനിയും ഈ അഴിമതിയുടെ കാര്യത്തിൽ പോലും വേറെ പല വിഷയങ്ങളുമുണ്ട്, മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. അതിപ്പോൾ സമയം ഇത്രയായി. അല്ല, ഈ സാറിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ, അതായത് ഭാരതീയ ജനാധിപത്യത്തിൻ്റെ കാവ്യ വസന്തം എന്ന പുസ്തകത്തിൽ തന്നെ ജുഡീഷ്യറിയോടെ വെല്ലുവിളിയോ അടച്ചു വാഴാനാകില്ലെങ്കിൽ അടിച്ചുടയ്ക്കുമെന്നോ അങ്ങനെ 1-2 ചാപ്റ്ററുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ് വന്ന ശേഷം സ്വാധീനം ചെയ്യാൻ പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ജുഡീഷ്യറിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യം പോലും സോണിയ രാഹുൽ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. അന്നാണ് ഞാൻ ചോദിച്ചത്, അടച്ചു വാടാനായില്ലെങ്കിൽ അടിച്ച് തകർക്കുമെന്ന് അന്ന് രാഹുലിനോടും സോണിയോടും ഞാൻ ചോദിച്ച ലേഖനം ആർട്ടിക്കിളിലുള്ളത്. എന്തായാലും ഇതൊരു സന്ദർഭമായി കരുതിക്കൊണ്ട് തിരുത്തലിന് കൊളീജിയം മാറണം. സിവിൽ സർവീസ് IAS-ഉം ഡിഫൻസ് അക്കാഡമിയിലൊക്കെ സെലക്ഷൻ ഉള്ളതുപോലെ കഴിവുള്ള ചെറുപ്പക്കാർ, പഠിച്ച് മിടുക്കരായ ചെറുപ്പക്കാർ അവർ ആ മേഖലയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാവണം. സുപ്രീം കോടതി ശുദ്ധീകരിക്കണം, തെറ്റുകൾ തിരുത്തണം. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.